കൊടും വേനൽ ചൂടിൽ നിന്ന് എങ്ങോട്ട് പോയാലാ കുറച്ച് ആശ്വാസം കിട്ടുക എന്ന് പറഞ്ഞ് നടക്കുന്നവരാ നമ്മൾ മലയാളികൾ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപോലെ തന്നെ ചൂട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തി നെല്ലിയാമ്പതിയിൽ എല്ലായിടത്തെക്കാളും 10 ഡിഗ്രി കമ്മിയായിട്ട് ചൂട് രേഖപ്പെടുത്തി തുടങ്ങിയത്. സത്യത്തിൽ ഇതിനു മുമ്പും നെല്ലിയാമ്പതി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ആരും അങ്ങനെ അറിഞ്ഞില്ലെന്ന് മാത്രം. ഇവിടെ പള്ളിയിൽ ഇന്ന് പരിപാടി കേട്ടോ, തിരുനാളാണ്. നെല്ലിയാമ്പതി കേരളത്തിലെ മറ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കരിങ്കുരങ്ങനെയും അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങനെയല്ലേ സ്പോട്ട് ചെയ്യാൻ പറ്റുക. അതുകൂടാതെ തന്നെ തേയിലക്കാടുകളുടെ ഇടയിലൂടെ വെടിമുഴക്കത്തിൻ്റെ സൗണ്ട് പോലെയുള്ള ചിറകടിയോടെ കൂടി പറക്കുന്ന മലമുഴക്കി വേഴാമ്പലിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും നെല്ലിയാമ്പതി തന്നെയാണ്. കാട്ടി അതിലോട്ട് സൂം ചെയ്യും. നിങ്ങളുടെ സൂം ചെയ്യും മനുഷ്യ. ഫോട്ടോ എടുക്കടാ പറഞ്ഞു നോക്കുന്നുണ്ട്. 4 കാട്ടുപോത്താണ് കേട്ടോ നിൽക്കുന്നത്. കണ്ടില്ലേ, അത് തേയിലക്കാട്ടുകളിൽ മെയിൻ കേട്ടോ. അപ്പോൾ നമ്മൾ തങ്ങുന്ന റിസോർട്ടിലും ഇതുപോലെ കാഴ്ചകൾ കാണുമെന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരുപാട് മിന്നമിന്നുകളാണ് കേട്ടോ ഇവിടെയുള്ള. നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ രാത്രി കാണേണ്ട വേറൊരു കാഴ്ച തന്നെയാണ് ഈ മിന്നാമിന്നി കാഴ്ചകൾ കേട്ടോ. ഇവിടെ നിറയെ മിന്നാമിന്നുകളാണ് ഇവിടെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 6:30 ആവാറായി സമയം. പക്ഷെ ഇപ്പം അങ്ങനെ കോടയില്ല, വെയിൽ വെളിച്ചമൊക്കെ വന്ന് നമുക്ക് അവിടെ പോയി ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്, അവിടെ പോയി ഇരിക്കാം. ഈ രീതിക്ക് ഊഞ്ഞാലൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ അവിടെ കുറച്ച് മരത്തിൻ്റെയൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ മരക്കുറ്റികളൊക്കെ. താഴെ ഒരു ക്ലിഫ് വ്യൂ ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ നിന്ന് സൺറൈസ് വ്യൂ കിട്ടുമോയെന്ന് അറിയില്ല, എന്തായാലും പോവാം. സൂര്യൻ വന്നിട്ടില്ല കേട്ടോ, അപ്പം ഞാൻ രാവിലെ നേരത്തെ എണീച്ച് വന്നിരിക്കണേ. കണ്ടില്ലേ, ഇതാണ് വ്യൂ കേട്ടോ. എന്തല്ലേ ലുക്ക്. ഇനിയൊന്നും വെളിച്ചവും കൂടി വന്നു കഴിഞ്ഞാൽ ആ വെയിലും സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടുത്തെ ആംബിയൻസ് നോക്കി, മരവും എന്തൊക്കെയോ തരം പക്ഷികൾ കേട്ടോ, നമ്മുടെ നാട്ടിൽ കാണാത്ത എന്തൊക്കെയോ തരം പക്ഷികളൊക്കെ ആയിട്ട് നല്ലൊരു കുളിർമയുള്ള കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ. ഈ വേനൽക്കാലത്ത് നമുക്ക് കാണാൻ പറ്റിയൊരു ഇടം തന്നെയാണ് ഈ നെല്ലിയാമ്പതി കേട്ടോ. കണ്ടില്ലേ, പക്ഷികളൊക്കെ കരയുന്നുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിലാണ് വരുന്ന വാർത്ത. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നെല്ലിയാമ്പതിയിൽ അപ്രതീക്ഷിതമായി കോട ഇറങ്ങിയിരിക്കുന്നു കേട്ടു. നേരെ വണ്ടി എടുത്ത് കയറി വന്നു. കോട ഞാൻ വരുമ്പോഴേക്കും പോയി കഴിഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അതിൽ കോട വന്ന കേട്ടോ. അത് കഴിഞ്ഞ് പോയി. പക്ഷേ ഈ വന്ന യാത്ര അടിപൊളിയായിരുന്നു. ഞാൻ തങ്ങിയ റിസോർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഇവിടുന്ന് കിട്ടുന്നത്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിനിടയ്ക്ക് ഇവിടെ സൂര്യൻ കയറി വന്നു കേട്ടോ. സൂര്യൻ കയറി വന്നിട്ട് ഇതാ ആ മേഘങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്നുണ്ട്. കാർമേഘമാണ്, ജസ്റ്റ് അതിൻ്റെ ഇടയിലും ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുക. ഇപ്പം പുറത്ത് വരും കേട്ടോ. ഇവിടുന്ന് ഈ ചീവീടിൻ്റെ സൗണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കാൻ എന്ത് രസമാണ്. നമ്മൾ താമസിക്കുന്ന റിസോർട്ടാണ് ആ കാണുന്നത്. അതിൻ്റെ പുറകിലായിട്ടൊരു കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് 2-3 കുന്നുകൾ, ഇങ്ങോട്ടും ഒരു കുന്നാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അവിടെ കാപ്പിത്തോട്ടമൊക്കെയാണ്. ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നത് അങ്ങനെ സേഫ് അല്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. രാവിലെ ആയതും സൺറൈസ് ഒറ്റയ്ക്ക് കാണണം. അതുപോലെ തന്നെ സോളോ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു പോക്ക്, അതൊരു ത്രില്ലടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് അവിടെ വന്നത്. കാരണം രാവിലെ നേരത്തെ ആൾക്കാരെ വിളിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആരും വരില്ല, എല്ലാവരും ഉറക്ക ക്ഷീണത്തിലാണ്. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ യാത്രയിൽ. അത് കാരണം അവരിൽ വിളിക്കാൻ പറ്റിയില്ല. ഞാനിവിടെ നിന്ന് സൂര്യനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നേ. സൂര്യൻ പതുക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊരു മലമുഴക്കി വേഴാമ്പലി ഇവിടെ പറന്നിട്ടുണ്ട്. ഈ മരങ്ങളിൽ എവിടെയുണ്ട്, അതെന്തായാലും കാണണം. ഇനി ഞാൻ പതുക്കെ സംസാരിക്കുള്ളൂ. അതുകൂടാതെ തന്നെ
അതിനെ അടുത്ത് വെച്ച് കാണണം. അതാണ് എൻ്റെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം. താഴോട്ടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു താഴ്വാരമാണ്. താഴെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലമാണ്. അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ അതുകൂടെ തന്നെ എല്ലാ മൃഗങ്ങളും വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ അതിനെ ശല്യപ്പെടുത്താതെ നമ്മൾ ഈ മലമുഴുക്കി വീഴാൻ പറ്റും. ഈ കാപ്പിത്തോട്ടങ്ങൾക്ക് മേലെയാണ് അത് കാണുന്നത്. ഒന്ന് പോയി നോക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു സൺറൈസ് വ്യൂവും കാണണം. എന്തൊക്കെ കാണണം, എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. മുകളിലായിട്ട് ഒരു മലയണ്ണാനുണ്ട്. പിന്നെ അതുകൂടാതെ വേഴാമ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓടിക്കളിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും മലയണ്ണാനെ എനിക്ക് സൂം ചെയ്ത് കിട്ടുന്നില്ല. കുറച്ചുകൂടി അടുത്ത് പോയിട്ട് കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. നമ്മളുടെ വരവൊക്കെ ഇത് നേരത്തെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പറന്നും ചാടിയിട്ടും ഒക്കെ മലയണ്ണാനെ കാണാനേ ഇല്ല. അടുത്തെത്തിയപ്പോൾ ഏതോ മരത്തിൽ ഇവിടെ എവിടെയോ ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ അതുകൂടാതെ മലമുഴുക്കി വേഴാമ്പലില്ലേ, ആ കാണുന്ന വലിയ മരത്തിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലാണ് വലിയൊരു കുന്ന്. നമുക്ക് ഇവിടെ നിന്നും എത്താൻ പറ്റുമോ അറിയില്ല. ഇവിടെ വേലി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല. വേഴാമ്പലിൻ്റെ ചിറകിൻ്റെ സൗണ്ട് നോക്കി, ഒരു പേടിപ്പിക്കുന്ന സൗണ്ട് കേട്ടോ. നമ്മളെ പേടിച്ച് ഇതാ മലയണ്ണാൻ ഇരിക്കുന്നുണ്ടോ, ഓടിപ്പോയി ഇരിക്കുന്ന സ്ഥലം കണ്ടോ. ആ മരത്തിന് നേരെ മേലേറ്റ് ഒരു കറുപ്പ് വര കാണുന്നില്ലേ, ഈ കാണുന്നതാണ്, അതാണ് കേട്ടോ മലയണ്ണനാണേ. പക്ഷേ ഈ ക്യാമറ മൊബൈൽ ക്യാമറ ആയതുകൊണ്ടാണ് സൂം ചെയ്തപ്പോൾ ഇത്രയേ വന്നുള്ളൂ. ഇവിടെയൊക്കെ അതിൻ്റെ സൗണ്ട് ഉണ്ട്, കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ക്യാമറയിൽ. ഞാൻ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയി നോക്കി. നമ്മൾ മലമുഴുക്കി വേഴാമ്പലിനെ എങ്ങനെയെങ്കിലും ഒന്ന് ക്യാമറ കിട്ടുമെന്ന് നോക്കി, പക്ഷെ കിട്ടുന്നില്ല. നമ്മൾ ക്യാമറ കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കും, അപ്പോഴേക്കും അത് പറന്ന് കാണണം. പിന്നെ ഈ ഞാൻ മൊബൈൽ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇത്രയും നാളും അതിൽ തന്നെയായിരുന്നു. ഇന്ന് അത് മൊബൈൽ ക്യാമറ എന്താണെന്ന് അറിയില്ല, ചെറുതായിട്ടൊരു വെളിച്ചത്തിൻ്റെ ഒരു കുറവുള്ള കാരണേ ക്യാമറ അങ്ങോട്ട് കറക്റ്റായിട്ട് സൂം ചെയ്തിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസില്ലേ, അതായത് ഈ വേഴാമ്പൽ പറന്ന് പോകുമ്പോൾ ചിറകടിയുടെ സൗണ്ടില്ലേ, അത് നമ്മൾ പേടിപ്പിക്കുന്ന രീതി. പേടിപ്പിക്കുക മീൻസ് നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അത് കാരണം അതൊരു പ്രത്യേകതര നല്ല മുഴക്കമുള്ളൊരു സൗണ്ടാണ്. അതുകൊണ്ടാണ് അതിന് മലമുഴുക്കി വേഴാമ്പൽ എന്ന് പറഞ്ഞ പേര് വന്നത്. കാരണം ചിറകടിയും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ടും അത് മലകളിൽ പോയി തട്ടി എക്കോ അടിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ അത്രയ്ക്ക് സൗണ്ടാണ് അതിൻ്റെ. ഈ ചിറകടി തന്നെ ഇത്രയും വലിയ സൗണ്ടാകുമ്പോൾ അതിൻ്റെ വായെന്നുള്ള സൗണ്ടും അത്ര വലുതായിരിക്കും. വലിയൊരു പക്ഷിയാണ്. ഞാൻ തിരിച്ച് നേരെ സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കമ്മിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫോറസ്റ്റിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒരു പൊട്ടിപ്പൊളിഞ്ഞ വഴിയൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ വേലി ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുവരെ പോയുള്ളൂ, കൂടുതൽ അങ്ങോട്ട് പോയില്ല. സൂര്യൻ അങ്ങനെ തെളിഞ്ഞ് വരികയാണ്, പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല കേട്ടോ. എന്തായാലും മലമുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ച് പൊന്തിയിരിക്കുകയാണ്. നമ്മൾ ദേ കിടക്കുന്നു.
നമ്മൾ നിന്ന് സൺറൈസ് പോയിന്റിന് താഴെയായിട്ട് ദേ കുറച്ച് കരിങ്കുരങ്ങുകളാണെന്ന് തോന്നുന്നു. ദൂരെ നിന്നൊന്നും കാണുന്നില്ല. അത് തന്നെ സിംഹവാലനാണോന്ന് അറിയില്ല. എന്തായാലും ഒരു കറുത്ത കളറിൽ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ആ മരത്തിൽ. ഇതാ മലമുഴക്കി വീഴാൻ പോലെ പറന്നു പോണ കാഴ്ചേനെ. അയ്യോ, നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ എന്ത് സുഖമായിട്ട് കിട്ടിയേനെ. ഒരു ക്യാമറ വാങ്ങണം ഗൈസ്. എനിക്ക് എന്തായാലും ഒരു ക്യാമറ വാങ്ങണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല ഷെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ആ കാണുന്നത് കാട്ടുപ്രാവാണേ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. കാട്ടിലെ പ്രാവ്, പിന്നെ അതുകൂടാതെ തന്നെ തൊട്ടരികെ തന്നെ മലയാളൻ്റെ കൂട്. അപ്പോൾ ഈ സൺറൈസ് വ്യൂ പോയിൻ്റ് കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിൽ ഇപ്പോൾ കോടയില്ല കേട്ടോ. ഒരു ചെറിയ മഴയ്ക്ക് ശേഷം വരുവാണെങ്കിൽ നമ്മുടെ നെല്ലിയാമ്പതി അടിപൊളിയായിരിക്കും. അപ്പോൾ നെല്ലിയാമ്പതിയിൽ ബാക്കിയുള്ള കാഴ്ചകളും കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അതുകൂടാതെ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു ദെൻ, ബൈ ബൈ.